ഹായ് വെൽക്കം ബാക്ക് ടു ഡെൽറ്റ ഹസിൽ. ഇന്ന് നമ്മളൊരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. അബ്സോർപ്ഷൻ, ആബ്സെൻസ് ആൻഡ് ക്ലൈമാക്സ് ക്യാൻഡിൽ. ഈ മൂന്ന് ക്യാൻഡിൽ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രാഡേ ട്രേഡ് വളരെ വളരെ എളുപ്പമായിരിക്കും. വളരെ വേഗത്തിൽ നമുക്ക് ഡിസിഷൻ എടുക്കാൻ സാധിക്കും. വളരെ ക്വിക്കായിട്ട് തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഒരു ക്യാൻഡിലിനെ അബ്സോർപ്ഷൻ ഉണ്ടോ അതോ ആബ്സെൻസ് ക്യാൻഡിലാണോ അതോ ക്ലൈമാക്സ് ക്യാൻഡിലാണോ എങ്ങനെ നമുക്ക് സ്റ്റഡി ചെയ്യാം? അതിനുവേണ്ടി നമ്മൾ ഓർഡർ ഫ്ലോ കണ്ടക്സ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. പ്രൈസ് ക്യാൻഡിൽ വെച്ച് നമുക്ക് അബ്സോർപ്ഷൻ കണ്ടുപിടിക്കാം. പക്ഷെ ഓർഡർ ഫ്ലോ അബ്സോർപ്ഷൻ വിൽ ബി മോർ ആക്യുറേറ്റ്. വി വിൽ ഗെറ്റ് ദി നമ്പേഴ്സ് ഓൾസോ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് ലാസ്റ്റ് ഫ്രൈഡേ 25,600 കോൾ ഓപ്ഷനാണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് അബ്സോർപ്ഷൻ, ആബ്സെൻസ് ആൻഡ് ക്ലൈമാക്സ് ക്യാൻഡിൽ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം റിവേഴ്സൽ ട്രേഡ് എടുക്കും. സോ റിവേഴ്സൽ ട്രേഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ അബ്സോർപ്ഷൻ ക്യാൻഡിലും ക്ലൈമാക്സ് ക്യാൻഡിലും ഉപയോഗിക്കുന്നത്. അപ്പൊ അബ്സോർപ്ഷൻ ക്യാൻഡിലിന്റെ പ്രത്യേകത എന്താണ്? അബ്സോർപ്ഷൻ ക്യാൻഡിൽ എന്ന് പറയുന്നത് അഗ്രസീവ് ഓർഡേഴ്സ് എപ്പോഴും അഗ്രസീവ് ഓർഡേഴ്സിനെ സ്ട്രോങ് ലിമിറ്റ് ഓർഡേഴ്സ് കൊണ്ട് ബ്ലോക്ക് ചെയ്യപ്പെടും. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അബ്സോർപ്ഷൻ സംഭവിക്കുന്നത്. അവിടെ അഗ്രസീവ് ട്രേഡേഴ്സിനെ കംപ്ലീറ്റ് ആയിട്ട് ട്രാപ്പ് ചെയ്യപ്പെടും. ഉദാഹരണം നമുക്ക് ഇവിടെ നോക്കാം. സി ഇവിടെ ദിസ് ക്യാൻഡിൽ, ഈ ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിലാണ്. ഇതൊരു ട്രെൻഡിങ് ക്യാൻഡിൽ ആയതുകൊണ്ടാണ് ബ്ലൂ ക്യാൻഡിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ക്യാൻഡിലില് അബ്സോർപ്ഷൻ ക്യാൻഡിൽ ആണെന്ന് എങ്ങനെ നമുക്ക് അറിയാൻ സാധിക്കും? ബിക്കോസ് ഇതിന്റെ ടോപ്പില് പോസിറ്റീവ് ഡെൽറ്റ, സി ഓൺ ദ ടോപ്പ് സൈഡ്, ഈ ആ വിക്കിന്റെ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അഗ്രസീവ് ട്രേഡേഴ്സ്, അഗ്രസീവ് ബയേഴ്സ് ആണ് ഈ ടോപ്പിൽ. ഈ വിക്കിന്റെ ടോപ്പ് മുതൽ ഇവിടം വരെ അഗ്രസീവ് ട്രേഡേഴ്സ് ആണ്. ഡെൽറ്റ ഈസ് പോസിറ്റീവ്. ഇത് ബിഡ് ബൈ ആസ്ക് ആൻഡ് ഡെൽറ്റ ക്യാൻഡിലാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അഗ്രസീവ് ബയേഴ്സിനെ ട്രാപ്പ് ചെയ്തിരിക്കുകയാണ് ഓൺ ദ ടോപ്പ്. സോ ദിസ് ഈസ് ആൻ അബ്സോർപ്ഷൻ ക്യാൻഡിൽ. അപ്പൊ അബ്സോർപ്ഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അഗ്രസീവ് ട്രേഡേഴ്സിനെ, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? അഗ്രസീവ് ബയേഴ്സിനെ. അതുകൊണ്ടാണ് ഇവിടെ ഡെൽറ്റ ഗ്രീൻ ആയത്, ഡെൽറ്റ പോസിറ്റീവ് ആയത് അതുകൊണ്ടാണ്. ഈ പോസിറ്റീവ് ഡെൽറ്റ എന്ന് പറയുന്നത് അഗ്രസീവ് ബയേഴ്സിനെ കാണിക്കുന്നതാണ്. അഗ്രസീവ് ബയേഴ്സിനെ ഈ ടോപ്പില് അബ്സോർബ് ചെയ്തിരിക്കുന്നു ബൈ യൂസിങ് സെൽ ലിമിറ്റ് ഓർഡേഴ്സ്. അപ്പൊ അതാണ് ഇവിടെ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് അബ്സോർപ്ഷൻ കണ്ടുപിടിക്കാം. അനദർ തിങ് ഈസ് ഡെൽറ്റ ഡൈവേർജൻസ് ക്യാൻഡിൽ. അപ്പൊ ഏത് കണ്ടക്സ്റ്റ് മീൻസ് ലൊക്കേഷൻ, ഏത് ലൊക്കേഷനിലാണ് ഇത് വരുന്നതെന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ അഗ്രസീവ് ട്രേഡേഴ്സിനെ ഈ പർട്ടിക്കുലർ ക്യാൻഡിലില് അഗ്രസീവ് ബയേഴ്സിനെ ഇവിടെ ട്രാപ്പ് ചെയ്തിരിക്കുകയാണ് ബൈ യൂസിങ് സെൽ ലിമിറ്റ് ഓർഡേഴ്സ്. ഹ്യൂജ് സെൽ ലിമിറ്റ് ഓർഡേഴ്സ് എന്ത് ചെയ്തു? അഗ്രസീവ് ബയേഴ്സിനെ ട്രാപ്പ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ കോട്ടച്ച് റെഡ് ആയിരിക്കുന്നത്. ടോപ്പ് സൈഡിൽ അഗ്രസീവ് ബയേഴ്സിനെ ട്രാപ്പ് ചെയ്തിരിക്കും. സോ ദിസ് ഈസ് ആൻ അബ്സോർപ്ഷൻ ക്യാൻഡിൽ. അതുകൊണ്ടാണ് അതിനുശേഷം ഇത് ഡൗൺവേർഡ് ട്രെൻഡിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ അതാണ് ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അഗ്രസീവ് ഓർഡേഴ്സിനെ എന്ത് ചെയ്യുന്നു? ലിമിറ്റ് ഓർഡേഴ്സ് കൊണ്ടിട്ട് ബ്ലോക്ക് ചെയ്യുന്നു. അപ്പോഴാണ് അബ്സോർപ്ഷൻ ഹാപ്പൻ ചെയ്യുന്നത്. ആൻഡ് ദിസ് അബ്സോർപ്ഷൻ ഹാപ്പനിങ് അറ്റ് ദി ടോപ്പ് മീൻസ് വി ക്യാൻ ടേക്ക് എ ഷോർട്ട് ട്രേഡ് ഹിയർ. ഇത് ലോവർ സൈഡിലാണ്, ഒരു സ്വിംഗ് ലോയിലാണ് ഹാപ്പൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ലോങ് ട്രേഡ് എടുക്കാൻ സാധിക്കും. ദാറ്റ് മീൻസ് റിവേഴ്സൽ ട്രേഡ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഏത്? അബ്സോർപ്ഷൻ. അബ്സോർപ്ഷൻ എപ്പോഴും ഒരു അഗ്രസീവ് പാർട്ടിനെ എപ്പോഴും എന്ത് ചെയ്യുന്നു? ലിമിറ്റ് ഓർഡേഴ്സ് കൊണ്ട് അബ്സോർബ് ചെയ്യുന്നു. അബ്സോർബ് ചെയ്തിട്ട് വൺ പാർട്ടി ഫെയിൽസ്. അതാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്.
അത് തന്നെയാണ് എല്ലാ ഡെൽറ്റ ഡൈവേർജൻസ് കാൻഡിൽസും അബ്സോർപ്ഷൻ കാൻഡിൽസ് ആണ്. ഈ അബ്സോർപ്ഷൻ കാൻഡിലിന്റെ പ്രത്യേകത നോക്കാം. വോളിയം വിൽ ബി ഹൈ. വോളിയം എപ്പോഴും ഹൈ ഹൈ ആയിരിക്കും. പ്രീവിയസ് കാൻഡിൽ നോക്കിയേ ഇവിടെ 6.97 മില്യൺ, ഈ കാൻഡിലില് 13.8 മില്യൺ. അപ്പൊ ഇത്രയും വോളിയംസ് ട്രേഡ് ചെയ്തിട്ടും പ്രൈസ് അവിടെ ബ്ലോക്കായി. പ്രൈസ് മൂവ്മെന്റ് അവിടെ ബ്ലോക്കായി. അതിനുശേഷം ഇത് കണ്ടിന്യൂസ്ലി ഓൺ ഡൗൺ. അപ്പൊ ഇൻക്രീസ്ഡ് വോളിയം ഉണ്ടായിട്ടും ഇവിടെ സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ല. ബിക്കോസ് ഹിയർ അഗ്രസീവ് ബയേഴ്സിനെ സെല്ലേഴ്സ് ട്രാപ്പ് ചെയ്തിരിക്കുന്നു. സി, പോസിറ്റീവ് ഡെൽറ്റ, ദിസ് ഈസ് ഡെൽറ്റ. ആ പോസിറ്റീവ് ഡെൽറ്റ എന്ന് അഗ്രസീവ് ബയേഴ്സ് ആണ്. അഗ്രസീവ് ബയേഴ്സിനെ ടോപ്പിൽ ട്രാപ്പ് ചെയ്തു, സെൽ ലിമിറ്റ് ഓർഡേഴ്സും. അപ്പൊ ഈ പ്രൈസ് ലെവലിൽ സംഭവിച്ചത് എന്താണ്? അഗ്രസീവ് ബയേഴ്സിനെ സെൽ ലിമിറ്റ് ഓർഡേഴ്സ് കൊണ്ട് ട്രാപ്പ് ചെയ്തിരിക്കുക. അപ്പൊ അതാണ് ഇത്. വളരെ വ്യക്തമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അവിടെ ജസ്റ്റ് ഒന്ന് വ്യൂ ചെയ്തിട്ട് ഇത് പഠിക്കാൻ, ഓർഡർ ഫോർ ട്രേഡിംഗ് ഒരിക്കലും പഠിക്കാൻ സാധിക്കത്തില്ല. എത്രമാത്രം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് പുരോഗതി ഉണ്ടാകും. ഓക്കെ, സോ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ. അപ്പൊ വോളിയം നോക്കാം. വോളിയം ഈ കാൻഡിലിൽ എപ്പോഴും, അബ്സോർപ്ഷൻ കാൻഡിലിൽ എപ്പോഴും എന്തായിരിക്കും? വളരെ ഹൈ ആയിരിക്കും. നോക്കൂ, പ്രീവിയസ് കാൻഡിലിൽ 6.97 മില്യൺ, ഇവിടെ 13.8 മില്യൺ. ഓൾമോസ്റ്റ് ഡബിൾ വോളിയം. ഈ ഡബിൾ വോളിയം വന്നിട്ട് കൂടി ആ പ്രൈസ് സസ്റ്റെയിൻ ചെയ്തില്ല. ബിക്കോസ് ഇവിടെ അഗ്രസീവ് ബയേഴ്സിനെ ട്രാപ്പ് ചെയ്തു, സെൽ ലിമിറ്റ് ഓർഡേഴ്സ്. അപ്പൊ സോ ദിസ് ഈസ് ആൻ അബ്സോർപ്ഷൻ കാൻഡിൽ. അബ്സോർപ്ഷൻ കാൻഡിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ ബോഡി പാർട്സ്, അതിന്റെ വാല്യൂ ഏരിയ ഓഫ് ദി കാൻഡിൽ, ഈ വാല്യൂ ഏരിയ ബ്രേക്ക് ആൻഡ് ക്ലോസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓൾറൈറ്റ്, ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. വോളിയം വിൽ ബി ഹൈ. അബ്സോർപ്ഷൻ വിത്ത് ഇൻക്രീസ്ഡ് വോളിയം ഓൺലി വിൽ സസ്റ്റെയിൻ. അതാണ് ഇവിടെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയും. ഇവിടെ ഇൻക്രീസ്ഡ് വോളിയത്തിൽ ഈ അബ്സോർപ്ഷൻ വന്നതുകൊണ്ടാണ് ഇത് സസ്റ്റെയിൻ ചെയ്തത്. അതേപോലെ തന്നെ ദി ലൊക്കേഷൻ ഓഫ് ദി അബ്സോർപ്ഷൻ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാ കാൻഡിൽസിലും അബ്സോർപ്ഷനും എക്സോർഷനും ഒക്കെ സംഭവിക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ ലൊക്കേഷൻ ആണ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഈ അബ്സോർപ്ഷൻ നമുക്ക് എപ്പോഴും റിവേഴ്സൽ ട്രേഡിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ ഇനി എന്താണ് ആബ്സെൻസ് നോക്കാം. ആബ്സെൻസ് എന്ന് പറയുന്നത് മീൻസ് നോ ഓപ്പോസിറ്റ് പാർട്ടിസിപ്പേഷൻ. ഒരു കാൻഡിലിൽ എപ്പോഴും അഗ്രസീവ് ബയേഴ്സും അഗ്രസീവ് സെല്ലേഴ്സും ഉണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു കാൻഡിലില് അഗ്രസീവ് ബയേഴ്സ് മാത്രമേ ഉള്ളൂവെങ്കിൽ അത് ആബ്സെൻസ് ആണ്. അല്ലെങ്കിൽ അഗ്രസീവ് സെല്ലേഴ്സ് മാത്രമേ ഉള്ളൂവെങ്കിൽ അതെന്താണ്? ആബ്സെൻസ് ആണ്. അപ്പൊ ഈ ആബ്സെൻസ് എന്ന് പറയുമ്പോൾ ഒരു മീൻസ് നോ ഓപ്പോസിറ്റ് പാർട്ടിസിപ്പേഷൻ. There will be only one type of aggression in those candles. നമുക്ക് നോക്കാതെ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമുക്ക് മാക്സ് ഡെൽറ്റ മിൻ ഡെൽറ്റയും കൂടി ആഡ് ചെയ്യാം. സി, ഇവിടെ മിൻ ഡെൽറ്റ എന്ന് പറയുന്നത് സെല്ലിംഗ് പവർ ആണ്. ഈ സെല്ലിംഗ് പവർ ഈസ് അബ്സല്യൂട്ട്ലി സീറോ ആണ്. സീറോ വന്നിരിക്കുകയാണ് മിൻ ഡെൽറ്റ എന്ന് പറയുന്നത്. സെല്ലിംഗ് പവർ എന്ന് പറയുന്നത് സീറോ ആണ്. ഇവിടെ ആബ്സെൻസ് ഓഫ് അഗ്രസീവ് സെല്ലേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും ഇതൊരു ആബ്സെൻസ് കാൻഡിലാണ്. ഈ ആബ്സെൻസ് കാൻഡിൽ എപ്പോഴും റിവേഴ്സൽ ട്രേഡിന് നമ്മൾ യൂസ് ചെയ്യത്തില്ല. കണ്ടിന്യൂവേഷൻ ഓഫ് ട്രെൻഡിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റഡി ചെയ്യാം. അപ്പൊ ഇവിടെ മിൻ ഡെൽറ്റ സീറോ ആയപ്പോൾ അതിന്റെ അസംഷൻ എന്താണ്? സെല്ലിംഗ് പവർ ഓൾമോസ്റ്റ് നിൽ, സീറോ. ഈ കാൻഡിലില് ത്രൂ ഔട്ട് ദ കാൻഡിലില് ബൈയിങ് പവർ ആണ് സസ്റ്റെയിൻ ചെയ്യുന്നത്. സോ വി ക്യാൻ എക്സ്പെക്ട് എ കണ്ടിന്യൂവേഷൻ. ആസ് എക്സ്പെക്ടഡ് നമുക്ക് രണ്ട് കാൻഡിലില് മൂവ്മെന്റ്, അപ്വേർഡ് മൂവ്മെന്റ് കിട്ടി. അപ്പൊ ഇതെന്ന് പറയുന്നത് മിൻ ഡെൽറ്റയുടെ കേസ്. നമുക്കിനി വേറൊരു കേസ് എടുത്ത് നോക്കാം.
ഒരു 1 മിനിറ്റ് ചാർട്ട്. സി ഈ ക്യാൻഡിൽ നോക്കൂ, മാക്സ് ഡെൽറ്റ സെല്ലിംഗ് ബൈയിങ് പവർ ടോട്ടലി നില്ലാണ്. ഈ ക്യാൻഡിലിന് ശേഷം ഈ ക്യാൻഡിലിന് താഴെ ഒരു ക്ലോസ് വന്നു, ഇറ്റ് ഹാസ് ക്ലോസ്ഡ് ഡൗൺ, കണ്ടിന്യൂഡ് ദ ട്രെൻഡ്. ഈ ട്രെൻഡ് അങ്ങ് കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ഈ ട്രെൻഡ് കണ്ടിന്യൂഷന് വേണ്ടി മാത്രമേ നമ്മൾ ഇത് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. ഈ ക്യാൻഡിൽ നോക്കൂ, സെല്ലേഴ്സ് ടോട്ടലി ആബ്സെന്റ് ആയിരുന്നു. പക്ഷെ നെക്സ്റ്റ് ക്യാൻഡിലിൽ റിവേഴ്സൽ ഉണ്ടായി. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഈ പർട്ടിക്കുലർ ക്യാൻഡിലിന്റെ ഹൈ ആൻഡ് ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കൊരു കണ്ടിന്യൂവേഷൻ ട്രേഡ് എടുക്കാൻ സാധിക്കൂ. എന്നാൽ ഒരിക്കലും നമ്മൾ ഈ ആബ്സെൻസ് ക്യാൻഡിലിൽ നമ്മൾ ഒരിക്കലും ഒരു റിവേഴ്സൽ ട്രേഡ് എടുക്കാൻ പോകരുത്. ദർ ഈസ് നോ റിവേഴ്സൽ ട്രേഡ് ഇൻ ആൻ ആബ്സെൻസ് ക്യാൻഡിൽ. നമുക്ക് അതിന്റെ കണ്ടിന്യൂവേഷൻ ഓഫ് ട്രെൻഡിന് വേണ്ടിയിട്ട് ഒരു അസംഷന് വേണ്ടി മാത്രമേ നമ്മൾ അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഈ സീറോ ക്യാൻഡിൽസിന്റെ ഒരു പ്രത്യേകത നോക്കിയേ, അവിടെ വോളിയംസ് എന്ന് പറയുന്ന മോഡറേറ്റ് വോളിയംസ് ഒക്കെ സാധാരണ വരും. ലോ വോളിയം ആയിരിക്കും, അല്ലെങ്കിൽ വളരെ ചെറിയ അളവിലുള്ള വേരിയേഷൻസ് മാത്രമേ വരൂ. ഡബിൾ വോളിയംസ് ഒന്നും ഒരിക്കലും ഹാപ്പൻ ചെയ്യത്തില്ല. ഇപ്പൊ ഇവിടെ നോക്കിയേ, പ്രീവിയസ് ക്യാൻഡിലുമായിട്ട് ഓൾമോസ്റ്റ് സെയിം വോളിയമാണ്. ഇവിടെ നോക്കിയേ, ഹാഫ് വോളിയമാണ്. അപ്പൊ ലോ ആൻഡ് മോഡറേറ്റ് വോളിയംസ് ആണ് എപ്പോഴും ആബ്സെൻസ് ക്യാൻഡിൽ വരുന്നത്. ഈ അബ്സോർപ്ഷൻ ക്യാൻഡിൽ എപ്പോഴും ഒരു സ്മാൾ റേഞ്ച് ആയിരിക്കും, എന്നാൽ ആബ്സെൻസ് ക്യാൻഡിൽ നോർമൽ കേസിൽ വൈഡ് റേഞ്ച് ആണ്, വൈഡ് സ്പ്രെഡ്, വൈഡ് റേഞ്ച്, നോ റിവേഴ്സൽ ബ്രേക്ക്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്യാൻഡിൽ. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ കൺഫ്യൂസ്ഡ് വിത്ത് ദിസ് ക്യാൻഡിൽ, ക്ലൈമാക്സ് ക്യാൻഡിൽ ആൻഡ് അബ്സോർപ്ഷൻ ക്യാൻഡിൽ. ഈ ക്ലൈമാക്സ് ക്യാൻഡിലും അബ്സോർപ്ഷൻ ക്യാൻഡിലും തമ്മിൽ എപ്പോഴും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. ആ വ്യത്യാസങ്ങൾ എങ്ങനെയൊക്കെയാന്ന് വെച്ചാൽ, ഈ ക്ലൈമാക്സ് ക്യാൻഡിൽ എപ്പോഴും ഒരു സ്വിംഗ് ഹൈയിലും സ്വിംഗ് ലോയിലുമാണ് ഹാപ്പൻ ചെയ്യുന്നത്, ആസ് ഇൻ ദ കേസ് ഓഫ് അബ്സോർപ്ഷൻ ക്യാൻഡിൽ. എന്നാൽ ആബ്സെൻസ് ക്യാൻഡിൽ എവിടെ വേണമെങ്കിലും ഹാപ്പൻ ചെയ്യും. ഏത് ആബ്സെൻസ് ക്യാൻഡിലും നമുക്ക് നമ്മുടെ കണ്ടിന്യൂഷൻ ഓഫ് ട്രെൻഡിന് വേണ്ടിയിട്ട് അത് നമുക്ക് കൺസിഡർ ചെയ്യാം. എന്നാൽ അബ്സോർപ്ഷൻ ക്യാൻഡിൽസ് അല്ലെങ്കിൽ ക്ലൈമാക്സ് ക്യാൻഡിൽസ് എപ്പോഴും ഒരു സ്വിംഗ് ഹൈ അല്ലെങ്കിൽ സ്വിംഗ് ലോയിൽ മാത്രമേ നമ്മൾ സ്റ്റഡി ചെയ്യാവുള്ളൂ. അത് തന്നെ അബ്സോർപ്ഷൻ ക്യാൻഡിലിൽ എപ്പോഴും എന്താണ്, ഇൻക്രീസ്ഡ് വോളിയം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഡബിൾ ട്രിപ്പിൾ വോളിയം ഉണ്ടായിരിക്കണം. എന്നാൽ ക്ലൈമാക്സ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇമോഷണൽ പീക്ക് പാർട്ടിസിപ്പേഷൻ ആണ്, ഫോമോ ക്യാൻഡിലാണ്. അവിടെ ഡെൽറ്റ വോളിയം എല്ലാം മാക്സിമം ആയിരിക്കും. ദേ വിൽ ബി എക്സ്ട്രീം വോളിയം ഇൻ ദോസ് ക്യാൻഡിൽസ്. ഈ പർട്ടിക്കുലർ ക്ലൈമാക്സ് ക്യാൻഡിലിൽ എപ്പോഴും എക്സ്ട്രീം വോളിയം ഉണ്ടായിരിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സി, കണ്ടില്ലേ, ഒരു ട്രെൻഡ് അപ്പായി 3-4 ഇമ്പൾസ് ക്യാൻഡിൽ വന്നതിന് ശേഷം മാത്രമേ നോർമൽ കേസ് ഒരു ക്ലൈമാക്സ് ക്യാൻഡിൽ ഉണ്ടാകത്തുള്ളൂ. ഈ ക്ലൈമാക്സ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഹ്യൂജ് റെസിസ്റ്റൻസിന്റെ അടുത്തായി. ഇവിടെ നമ്മൾ ഡൈനാമിക് CPRന്റെ 4 അവർ CPRന്റെ ലെവലിലാണ് ഇത് വന്നിട്ട് റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത്. മേ ബി 4 അവർ ഓർ 90 മിനിറ്റ്സ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇറ്റ്സ് 90 മിനിറ്റ്. 90 മിനിറ്റ് CPRന്റെ ലെവലിലാണ് നാരോ CPR വന്നിട്ട് റെസിസ്റ്റൻസ് എടുത്ത് നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ലൈമാക്സ് ക്യാൻഡിലിന്റെ പ്രത്യേകത നോക്കും. അതിന്റെ വോളിയം എന്തായിരിക്കും സ്റ്റഡി ചെയ്യുന്നതെന്ന് വെച്ചാല്, ഷോ ചെയ്യുന്നത് ഇറ്റ് ദേ വിൽ ബി ഡബിൾ ട്രിപ്പിൾ വോളിയം. ആ സീരീസിലെ മാക്സിമം വോളിയം ആയിരിക്കും, അല്ലെങ്കിൽ ആ ദിവസത്തെ ഏറ്റവും ഹയസ്റ്റ് വോളിയം ആയിരിക്കും. ദാറ്റ് വിൽ ബി അറ്റ് ആൻ ഇമ്പോർട്ടന്റ് ലെവൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ലെവലിലായിരിക്കും. ഇവിടെ നമുക്ക് വേറെ ഒരുപാട് ലെവൽസ് ഉണ്ടാവും. ഞാനിത് സ്കാൽപ്പിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഡൈനാമിക് CPR ഉപയോഗിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, മറ്റേ എന്തെങ്കിലും സ്വിംഗ് ഹൈ സ്വിംഗ് ലോ എന്തെങ്കിലും കാണും. ആ,
ഇവിടെ പ്രീവിയസ് സ്വിംഗ് ഹൈ ആണ്. ആ പ്രീവിയസ് സ്വിംഗ് ഹൈ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. എക്സാക്ട്ലി ആ ലെവലിൽ വന്നിട്ട് ഇത് ടച്ച് ചെയ്യും. ഇതിനൊരു വിക്ക് ഉണ്ടായിരിക്കും. ദർ വിൽ ബി എ വിക്ക് അറ്റ് ദി ടോപ്പ്. ഇതൊരു ക്ലൈമാക്സ് ക്യാൻഡിൽ ആകാനുള്ള പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ എന്താന്ന് വെച്ചാൽ ദ വോളിയം വിൽ ബി ദ മാക്സിമം ഓഫ് ദ ഡേ. അങ്ങനെ ഒരു ക്യാൻഡിൽസ് വരികയും അതൊരു ഇമ്പോർട്ടന്റ് ലൊക്കേഷനിൽ വന്നിട്ട് ഒരു വിക്ക് ഫോം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ, വിക്ക് വേണമെന്ന് നിർബന്ധമില്ല. വിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി സം സോർട്ട് ഓഫ് അബ്സോർപ്ഷൻ. വിക്ക് ഇല്ലാതെ ഇതേപോലത്തെ ഒരു ക്യാൻഡിൽ ആണെങ്കിൽ അത് പക്ക ക്ലൈമാക്സ് ക്യാൻഡിൽ ആയിരിക്കും. അങ്ങനെയുള്ള ക്യാൻഡിൽസ് ആയിരിക്കും. അധികം വിക്ക് വരാൻ പാടില്ല ക്ലൈമാക്സ് ക്യാൻഡിൽ. ഇതൊരു അബ്സോർപ്ഷൻ അറ്റ് ദി ടോപ്പ് ആണ്. അതുകൊണ്ടാണ് കോട്ടച്ച് ഈസ് റെഡ് ഹിയർ. ലിമിറ്റ് ഓർഡേഴ്സിനെ, അഗ്രസീവ് ബയേഴ്സിനെ ഇവിടെ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. അഗ്രസീവ് ബയേഴ്സിനെ ടോപ്പിൽ എപ്പോഴും ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഈ ഒരു സെല്ലിൽ ഒഴിച്ച് ബാക്കി 3 സ്ഥലത്തും 4 സ്ഥലത്തും അഗ്രസീവ് ബയേഴ്സിനെ ട്രാപ്പ് ചെയ്തിരിക്കുക. പോസിറ്റീവ് ഡെൽറ്റയാണ്. ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ നെഗറ്റീവ് ഡെൽറ്റ. ബാക്കി 3 സെല്ലിലും 4 സെല്ലിലും പോസിറ്റീവ് ഡെൽറ്റയാണ്. അപ്പൊ അഗ്രസീവ് ബയേഴ്സിനെ ഇവിടെ ട്രാപ്പ് ചെയ്തിരിക്കുകയാണ് സെൽ ലിമിറ്റ് ഓർഡേഴ്സ് വെച്ച്. അപ്പൊ സോ ഇൻ ദാറ്റ് സെൻസ് ഇറ്റ് ഈസ് ആൻ അബ്സോർപ്ഷൻ ക്യാൻഡിൽ. വി വിൽ ലുക്ക് ഫോർ എ ക്ലൈമാക്സ് ക്യാൻഡിൽ. നമുക്കൊരു സെല്ലിംഗ് ക്യാൻഡിൽ കിട്ടും. ഈ വിക്ക് ഉണ്ടാകാൻ പാടില്ല ക്ലൈമാക്സ് ക്യാൻഡിൽ. കാണിച്ചു സി. ഇതൊരു ക്ലൈമാക്സ് ക്യാൻഡിലാണ്. ഡബിൾ ട്രിപ്പിൾ ഓളിയുണ്ട്. ദർ ഇസ് നോ വിക്ക്. ഈ ക്ലൈമാക്സ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്യാൻഡിൽ വിൽ ഡിറ്റർമൈൻ ദ കോഴ്സ്. അതിന് തൊട്ടടുത്ത് എന്തെങ്കിലും ഒരു ഡെൽറ്റ ഡൈവേർജൻസ് ക്യാൻഡിൽ വരുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ദി ഹൈ ഓഫ് ദ ഡേ ആൻഡ് എ റിവേഴ്സൽ ക്യാൻ ബി എക്സ്പെക്ടഡ്. ഇവിടെയും അതുപോലെ തന്നെ സംഭവിച്ചു. അതേപോലെ തന്നെ ഈ പർട്ടിക്കുലർ മൂവ്മെന്റില് 3-മത്തെയോ 4-മത്തെയോ മേജർ ക്യാൻഡിലാണ്. 1, 2, 3. തേർഡ് ഇമ്പൾസ് ക്യാൻഡിലാണ്. ആ ക്യാൻഡിലാണ് ഇവിടെ ക്ലൈമാക്സ് സംഭവിച്ചിരിക്കുന്നത്. നോർമൽ കേസിൽ 3-മത്തെ ഇമ്പൾസ് ക്യാൻഡിലാണ് എപ്പോഴും ക്ലൈമാക്സ് ഉണ്ടാകുന്നത്. ആ ക്ലൈമാക്സ് ക്യാൻഡിലിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ട്രിപ്പിൾ ഓളിയോ ഉണ്ട്. സി, ഹ്യൂജ് ഡെൽറ്റ, എവറിത്തിങ് ഈസ് ഗുഡ് ആൻഡ് ഓൾ ബയേഴ്സ് ആർ ട്രാപ്ഡ് ഹിയർ. ഇതാണ് ഫോമോ ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. ഇവിടെ എത്തുമ്പോഴത്തേക്കും മോസ്റ്റ് ഓഫ് ദ ട്രേഡേഴ്സ് വന്നിട്ട് ബൈ ചെയ്യാൻ തുടങ്ങും. ഫർദർ റാലി എക്സ്പെക്ട് ചെയ്തു. അങ്ങനെയാണ് ക്ലൈമാക്സ് ക്യാൻഡിൽസ് ഫോം ചെയ്യുന്നത്. ഈ ക്ലൈമാക്സ് ക്യാൻഡിൽസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വി ക്യാൻ യൂസ് ദിസ് ക്ലൈമാക്സ് ക്യാൻഡിൽ ആസ് ഫോർ എ റിവേഴ്സൽ ട്രേഡ്. ഒരു റിവേഴ്സൽ ട്രേഡിന് വേണ്ടിയിട്ട് നമുക്ക് ക്ലൈമാക്സ് ക്യാൻഡിൽ യൂസ് ചെയ്യും. ഇപ്പൊ ഇതൊരു ക്ലൈമാക്സ് ക്യാൻഡിലാണ്. അധികം വിക്കൊന്നുമില്ല. വോളിയം നോക്കൂ, 3 times വോളിയം. അപ്പൊ ഇതിന്റെ ഈ ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്യുന്നില്ല എങ്കിൽ ആൻഡ് നെക്സ്റ്റ് ക്യാൻഡിൽ ഈസ് ഇൻ എ റിവേഴ്സൽ മോഡ്. ഈ 2 ക്യാൻഡിലും 5 million വെച്ചിട്ട് സെല്ലേഴ്സും ഉണ്ട്. അപ്പൊ ഈ ക്യാൻഡിലിന്റെ റെസിസ്റ്റൻസ് വെച്ചിട്ട് നമുക്കൊരു ഷോർട്ട് ട്രേഡ് എടുത്താൽ ഇറ്റ് വിൽ ബി എ സക്സസ്. ഇപ്പൊ ഇവിടെ തന്നെ വന്നു, ആ ഏരിയയിൽ തന്നെ നമുക്ക് സെല്ലും എടുക്കാം. ഷോർട്ട് ട്രേഡ് നമുക്ക് എടുക്കാം, റിവേഴ്സൽ ട്രേഡ് എടുക്കാം. അപ്പൊ റിവേഴ്സൽ ട്രേഡിന് വേണ്ടിയിട്ട് ഏത് ഉപയോഗിക്കാം? എപ്പോഴും ക്ലൈമാക്സ് ക്യാൻഡിലും അബ്സോർപ്ഷൻ ക്യാൻഡിലും. ക്ലൈമാക്സ് ക്യാൻഡിലിന്റെ പ്രത്യേകത എന്താണ്? ദ ടോട്ടൽ അഗ്രസീവ് ബയേഴ്സ് ആർ ട്രാപ്ഡ്. അഗ്രസീവ് ബയേഴ്സിനെ ഫുള്ളായിട്ട് ട്രാപ്പ് ചെയ്തിരിക്കുക. അവരെ ട്രാപ്പ് ചെയ്തിട്ട് അവിടെ മുതൽ നെക്സ്റ്റ് ക്യാൻഡിൽ മുതൽ റിവേഴ്സൽ ഹാപ്പൻ ചെയ്യും. ആ റിവേഴ്സൽ ഹാപ്പൻ ചെയ്ത ഈ ക്യാൻഡിലാണ് ഇതിന്റെ FRVP ലെവലിൽ നമുക്ക്
റീട്രേസ്മെന്റ് ഒരു പുൾ ബാക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ വെച്ചിട്ട് നമുക്ക് ഷോർട്ട് ചെയ്യാം. അപ്പൊ ഇതാണ് 3 കാൻഡിൽസിന്റെ ഫോർമേഷൻ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ആബ്സെൻസ് കാൻഡിൽ സീറോ കാൻഡിൽസ് ആണ്. മാക്സ് ഡെൽറ്റ ഓർ മിൻ ഡെൽറ്റ വിൽ ബി സീറോ. ഇനി ഏതെങ്കിലും ഒരെണ്ണം സീറോ ആണെന്നുണ്ടെങ്കിൽ അത് ആബ്സെൻസ് ഓഫ് ദി സെല്ലേഴ്സ് അല്ലെങ്കിൽ ബയേഴ്സിനെയാണ് കാണിക്കുന്നത്. മിൻ ഡെൽറ്റ സീറോ ആണെങ്കിൽ ആബ്സെൻസ് ഓഫ് ബയേഴ്സ് ആണ്. സോറി, ആബ്സെൻസ് ഓഫ് സെല്ലേഴ്സ് ആണ്. ആബ്സെൻസ് ഓഫ് ബയേഴ്സ്. മിൻ ഡെൽറ്റ ഈസ് സീറോ. ഇവിടെ സെല്ലേഴ്സ് എന്ന് പറയുന്നത് ആബ്സെന്റ് ആണ്. അപ്പൊ ആ കാൻഡിലിന്റെ മുകളിലേക്ക് പ്രൈസ് മൂവ് ചെയ്താൽ ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മാക്സ് ഡെൽറ്റ സീറോ വന്നു കഴിഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ബയേഴ്സ് അവിടെ ആബ്സെന്റ് ആയിരുന്നു എന്നുള്ളതാണ്. അതൊരു സ്വിംഗ് കയ്യിലാണെങ്കിൽ ആ കാൻഡിലിന്റെ വാല്യൂ ഏരിയ കട്ട് ചെയ്ത് താഴെ ഒരു കാൻഡിൽ ക്ലോസ് ചെയ്താൽ ഇറ്റ് മേ ഗോ ഡൗൺ. അപ്പൊ ഈ കാൻഡിലിലും മാക്സ് ഡെൽറ്റ സീറോ ആയിരുന്നു. പക്ഷെ ഇത് വെച്ചിട്ട് ഒരിക്കലും നമുക്ക് റിവേഴ്സ് ട്രേഡ് എടുക്കരുത്. ഇതൊരു കണ്ടിന്യൂഷൻ ഓഫ് ട്രെൻഡ് ആയിട്ട് ഉപയോഗിക്കും. ആ കാൻഡിലിന്റെ മുകളിൽ അല്ലെങ്കിൽ താഴെ ഒരു കാൻഡിൽ ക്ലോസ് ചെയ്താൽ ആ ഭാഗത്തേക്ക് ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെയാണ് സാധാരണ മാർക്കറ്റിൽ കണ്ടുവരുന്ന 3 പ്രധാനപ്പെട്ട കാൻഡിൽസ്. ഇതാണ്. ഈ കാൻഡിൽസിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാൻഡിൽസ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാനും സാധിക്കും. അപ്പൊ ഇതിനകത്ത് വോളിയം പ്ലേസ് എ വെരി വെരി ഇമ്പോർട്ടന്റ് റോൾ. ഏതൊക്കെയാണ് അബ്സോർപ്ഷൻ കാൻഡിൽസ് എന്ന് പറയുന്നത്? അബ്സോർപ്ഷൻ കാൻഡിൽസ് എപ്പോഴും ഡെൽറ്റ ഡൈവേർജൻസ് കാൻഡിൽസ് ആയിരിക്കും. ഈ ഡെൽറ്റ ഡൈവേർജൻസ് കാൻഡിൽസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഇത് രണ്ടും ഡെൽറ്റ ഡൈവേർജൻസ് കാൻഡിൽസ്. ഈ രണ്ട് സ്ഥലത്തുമാണ് ഏറ്റവും കൂടുതൽ അബ്സോർപ്ഷൻ ഹാപ്പൻ ചെയ്തിരിക്കുന്നത്. ഈ കാൻഡിൽസിന്റെ വാല്യൂ ഏരിയയ്ക്ക് മുകളിൽ ഒരു കാൻഡിൽ ട്രേഡ് ചെയ്താൽ ഈ രണ്ട് കാൻഡിൽ ക്ലോസ് ചെയ്തു ആൻഡ് ദിസ് ക്ലോസ് ഈസ് മോർ ഗുഡ് ബിക്കോസ് ഇറ്റ് ഈസ് വിത്ത് വെരി ഗുഡ് ഡീസന്റ് വോളിയം. അപ്പൊ ഇവിടെ വെച്ചിട്ട് നമുക്ക് എൻട്രി എടുത്താൽ വി വിൽ ഗെറ്റ് സംതിങ് ഔട്ട് ഓഫ് ഇറ്റ്. അതേപോലെ തന്നെ ഈ കാൻഡിൽ നോക്കൂ, മിൻ ഡെൽറ്റ ഈസ് സീറോ. അപ്പൊ സെല്ലേഴ്സ് ഇവിടെ ടോട്ടലി ആബ്സെന്റ് ആയിരുന്നു. അപ്പൊ ഈ കാൻഡിലിന് മുകളിൽ ഒരു കാൻഡിൽ ക്ലോസ് ചെയ്തു, അതും ട്രെൻഡ് അപ്സൈഡിലേക്കും. അപ്പൊ ഇവിടുന്ന് 80 റുപ്പീസിൽ നിന്ന് ഇത് എവിടെ വരെ പോയി? 103 വരെ പോയി. അറൌണ്ട് 10-12 മിനിറ്റ്സ് കൊണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് ധാരാളം ട്രേഡ്സ് എടുക്കാൻ സാധിക്കും. എന്നാൽ ക്ലൈമാക്സ് കാൻഡില് സ്റ്റഡി ചെയ്യുന്നിടത്താണ് ഒരു ട്രേഡറുടെ വിജയം ഇരിക്കുന്നത്. ക്ലൈമാക്സ് കാൻഡിലും അബ്സോർപ്ഷൻ കാൻഡിലും തമ്മിൽ പരസ്പരം മിക്സ് ആയി പോകരുത്. അങ്ങനെ മിക്സ് ആയാൽ വി വിൽ ഇൻകർ ഹ്യൂജ് ലോസ്. ക്ലൈമാക്സ് കാൻഡിലിന് ശേഷം എപ്പോഴും റിവേഴ്സൽ വിൽ ബി വെരി വെരി ഫാസ്റ്റ്. അബ്സോർപ്ഷൻ കാൻഡിലിന് ശേഷം റിവേഴ്സല് അത്ര ഫാസ്റ്റ് ആകത്തില്ല, കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും ഇത് പാസ് ചെയ്തത്. നമുക്കൊരു അഗ്രസീവ് കാൻഡിൽ ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പൊ ഈ കാൻഡിൽ എന്ന് പറയുന്നത് ഒരു അഗ്രസീവ് സെൽ കാൻഡിലാണ്. ഈ അഗ്രസീവ് സെൽ കാൻഡിലിന് ശേഷം ആ കാൻഡിലിന്റെ പുൾ ബാക്ക് ലെവലിൽ നമ്മൾ ഷോർട്ട് ചെയ്താൽ വി വിൽ ഗെറ്റ് സം ഹ്യൂജ് റിട്ടേൺ. ഇത് എന്തുകൊണ്ടാണ് ഒരു അഗ്രസീവ് സെൽ കാൻഡിലിന് വന്നത്? ഇറ്റ് ഈസ് വിത്ത് ഇൻക്രീസ്ഡ് വോളിയം, ഡെൽറ്റ, കോട്ടച്ച്, കോട്ടൽ, എവറിത്തിങ് ഈസ് ഹ്യൂജ് റെഡ്. കുമുലേറ്റീവ് ഡെൽറ്റ ഈസ് ഓൾസോ ഹ്യൂജ് റെഡ്. സി, എന്ത് സംഭവിച്ചു? ഈ കാൻഡിലിന്റെ പുൾ ബാക്ക് ഏരിയ നോക്കൂ, അതിന്റെ ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈലാണ്. അവിടം വരെ വന്നു, ക്വിക്ക് റിവേഴ്സൽ ഹാപ്പൻ. ഈ കാൻഡിലും ഒരു ട്രെൻഡ് റിവേഴ്സൽ കാൻഡിലാണ്, ട്രെൻഡിങ് കാൻഡിലാണ്. ബട്ട് ഈ കാൻഡിൽ ദിസ് ഈസ് വിത്ത് ലോവർ വോളിയം, സോ ദിസ് ഈസ് വിത്ത് ഇൻക്രീസ്ഡ് വോളിയം. ദാറ്റ് ഈസ് വൈ എ ഹ്യൂജ് ഡിക്ലൈൻ ഹാപ്പൻ. ഇതും ഒരു റെഡ് കാൻഡിലാണ്. ദിസ് ഈസ് വിത്ത് വെരി ലോ വോളിയം ആൻഡ് ഹാവിങ് എ വിക്ക്. ഒരു വിക്ക് ഉണ്ട് ഇവിടെ. എന്നാൽ ഈ കാൻഡിലിൽ നമുക്ക് അതൊന്നും കാണാൻ സാധിക്കില്ല. ഈ കാൻഡിലും പക്ക റെഡ് കാൻഡിൽസ് ആണ്. എന്നാൽ ദിസ് ഈസ് വിത്ത് ലോവർ വോളിയം, ദിസ് ഈസ് വിത്ത് ഇൻക്രീസ്ഡ് വോളിയം. സോ ഈ കാൻഡിലിന് ശേഷം നമുക്കൊരു ഷോർട്ട് പൊസിഷൻ എടുക്കാം. വി വിൽ ഗെറ്റ് സംതിങ് ഔട്ട് ഓഫ് ഇറ്റ്. അപ്പൊ ഇങ്ങനെ ഈ വോളിയം അനാലിസിസ് നടത്തുമ്പോൾ എപ്പോഴും നമുക്ക് ഈ ട്രെൻഡിങ് കാൻഡിൽ
ക്ലൈമാക്സ് ക്യാൻഡില്, ആബ്സെൻസ് ക്യാൻഡില്, അബ്സോർപ്ഷൻ ക്യാൻഡിൽസ്. ഈ അബ്സോർപ്ഷൻ ക്യാൻഡിലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴും 30-40% വിക്ക് ഉണ്ടായിരിക്കണം റെഡ് ക്യാൻഡിലാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി എ ഡെൽറ്റ ഡൈവേർജൻസ് ക്യാൻഡിൽ. ആ ഡെൽറ്റ ഡൈവേർജൻസ് ക്യാൻഡിൽ എപ്പോഴും ഒരു സ്വിംഗ് ലോയിലാണെങ്കിൽ അതിന് മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ വി ക്യാൻ ഗോ ഫോർ എ ലോങ് ട്രേഡ്. എല്ലാ ഡൈവേർജൻസ് ക്യാൻഡിലും എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഈ ക്യാൻഡിൽ നോക്കൂ, ഇവിടെ ഒരു ഡൈവേർജൻസ് ക്യാൻഡിലാണ്. സി, റെഡ് ക്യാൻഡിൽ വിത്ത് പോസിറ്റീവ് ഡെൽറ്റ. അപ്പൊ ഈ ക്യാൻഡിലിന്റെ മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ, അതിന്റെ വാല്യൂ ഏരിയക്ക് മുകളിൽ ക്ലോസ് ചെയ്താൽ വി ക്യാൻ ടേക്ക് എ ലോങ് പൊസിഷൻ. നോക്കൂ, 145 എവിടം വരെ പോയി? 161. ഇപ്പൊ ഇവിടെ ഒരു റിവേഴ്സൽ ട്രേഡിന് നമുക്ക് അബ്സോർപ്ഷൻ ക്യാൻഡിൽസ് നോക്കിയാല് we will get a delta divergence candle. Very here. A huge up moveന് ശേഷം നമുക്കൊരു ഡെൽറ്റ ഡൈവേർജൻസ് ക്യാൻഡിൽ കിട്ടി. ഈ ക്യാൻഡിലിന് താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യും. ആൻഡ് ഹിയർ ഈസ്, ഇവിടെയാണ് നമുക്ക് ഷോർട്ട് ചെയ്യേണ്ടത്. 283, ഇറ്റ് ഹാസ് ഗോൺ ഡൗൺ ടു 74 സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പം ഈ 3 ക്യാൻഡിലും സ്റ്റഡി ചെയ്യുക എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇതോടൊപ്പം തന്നെ ഇതൊരു ഇമ്പോർട്ടന്റ് ലെവൽസിൽ വേണം നമ്മൾ ഇതെല്ലാം സ്റ്റഡി ചെയ്യാൻ. അബ്സോർപ്ഷൻ അറ്റ് ദ ടോപ്പ് ആൻഡ് അബ്സോർപ്ഷൻ അറ്റ് ദി ബോട്ടം, ഓർ ക്ലൈമാക്സ് ക്യാൻഡിൽസ് അറ്റ് ദി ബോട്ടം ഫോർ എ റിവേഴ്സൽ ട്രേഡ്. ലോങ് ട്രേഡിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ക്ലൈമാക്സ് ക്യാൻഡിൽ എടുത്തതിന് ശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ ഫോം ആകുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ട്രേഡ് സക്സസ് ആവും. ഓൾറൈറ്റ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ധാരാളം ട്രേഡ്സ് എടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഡൈനാമിക് CPRനെ കുറിച്ച് 90 മിനിറ്റ്, 30 മിനിറ്റ്, 15 മിനിറ്റ്സിന്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അബ്സോർപ്ഷനും ക്ലൈമാക്സും ഒക്കെ വെച്ചിട്ട് ധാരാളം ട്രേഡ്സ് എടുക്കാൻ സാധിക്കും. Okay, and that's all for this tutorials. Thank you very much.